സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിലടക്കം ഏതാണ്ട് എല്ലായിടവും നിശബ്ദമായിരിക്കുന്നു. നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സും നേഴ്സുമൊക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതിയിരിക്കുന്ന സമയം പെട്ടെന്ന് കാഷ്വാലിറ്റിയുടെ ഓട്ടോമാറ്റിക് മെയിൻ ഡോർ തുറക്കപ്പെട്ടു. അത്ര പരിചിതമല്ലാത്ത ഒരു പാദപതന ശബ്ദം കേട്ട് നേഴ്സുമാരും അവിടെയുണ്ടായിരുന്ന അറ്റൻഡറുമൊക്കെ അലേർട്ടായി. അവർ ആ നീണ്ട കോറിഡോറിലേക്ക് നോക്കി. അവർ കണ്ട കാഴ്ച അവരെ ഒന്ന് സ്തബ്ധരാക്കി. ചിലർ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്നു. അവരുടെ കണ്ണുകൾക്ക് ആ കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് വായിൽ എന്തോ ഒന്ന് കടിച്ചു പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്നു. ആ പൊതിയിലേക്കായി നേഴ്സുമാരുടെ ശ്രദ്ധ മുഴുവൻ. അവൻ ക്ഷീണിതനായിരുന്നെങ്കിലും ആകാവുന്നത്ര വേഗതയിൽ ഓടിക്കൊണ്ട് ആ നേഴ്സുമാർക്കരികിലേക്ക് വന്നു. അവൻ കടിച്ചു പിടിച്ചു കൊണ്ടുവന്ന പൊതിക്കെട്ട് ഒരൽപ്പം അകലെയായി അവർക്ക് മുന്നിലേക്ക് താഴ്ത്തിവെച്ചു. ആ പൊതിക്കെട്ടിൽ ചെളി പുരണ്ടിട്ടുണ്ട്. അവൻ്റെ ദേഹത്തും മണ്ണും ചെളിയുമൊക്കെ പുരണ്ടിരിക്കുന്നു. എന്നിട്ട് അവൻ ആ നേഴ്സുമാരെ ദയനീയമായി നോക്കി. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യൂ എന്ന യാചന കൂടി ആ നോട്ടത്തിലുണ്ടായിരുന്നു. അതുകണ്ട ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു നേഴ്സ് ധൈര്യം സംഭരിച്ച് അവനരികിലേക്കും അവൻ കൊണ്ടുവന്ന പൊതിക്കെട്ടിനരികിലേക്കും വേഗം നടന്നെത്തി. ആ നേഴ്സിൽ "ഓ മൈ ഗോഡ്" ഇങ്ങനെ ഒരു ശബ്ദമുയർന്നു. പിന്നെ അവർ ആ പൊതിക്കെട്ടും കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് ഓടുന്നതിനൊപ്പം തൻ്റെ സഹപ്രവർത്തകരെ നോക്കി ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: "ഇതൊരു ന്യൂബോൺ ബേബിയാണ്. ഈ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കണം. ഡോക്ടറെ ഉടനെ വിവരമറിയിക്കൂ." പിന്നെ എല്ലാം വേഗത്തിലായി. പീഡിയാട്രീഷ്യൻ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് അവിടേക്ക് പാഞ്ഞെത്തി. ആ ആൺകുഞ്ഞ് വളരെയധികം ക്ഷീണിതനായിരുന്നു. കടുത്ത പനിയും ശ്വാസതടസ്സവും നേരിടുന്നുണ്ടായിരുന്നു. വിശദമായ പരിശോധനയിൽ ആ കുഞ്ഞിന് മുലപ്പാൽ ലഭിച്ചിട്ട് 2 ദിവസമെങ്കിലും ആകുമെന്നും അവർ മനസ്സിലാക്കി. കുഞ്ഞിനെ രക്ഷിക്കുന്ന തിരക്കിനിടയിലും ചിലർ പുറത്തേക്ക് നോക്കുമ്പോൾ അടഞ്ഞ ഗ്ലാസ് ഡോറിന് പുറത്ത് അവനും ക്ഷീണിതനായി കിടന്ന് കിതയ്ക്കുന്നുണ്ട്. എങ്കിലും അവൻ്റെ നോട്ടം ആ കുഞ്ഞിൽ തന്നെയായിരുന്നു. ഇവൻ മാക്സ് ഒരു വെൽ ട്രെയിൻഡ് ഡോഗാണ്. ഡോക്ടർ ഒരു കുഞ്ഞുമായി ഒരു ഡോഗ് അവിടെ എത്തിയെന്ന് പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവരും അവിടേക്കെത്തി. പോലീസിനെ തൻ്റെ അടുത്ത് കണ്ട മാക്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന ഒരു മുരൾച്ചയായിരുന്നു. പോലീസുകാർക്ക് മാക്സിനെ കണ്ട ഉടൻ തന്നെ മനസ്സിലായി അതൊരു വെൽ ട്രെയിൻഡ് ഡോഗാണെന്ന്. മാത്രമല്ല അവർക്ക് മനസ്സിലായി മാക്സ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രൊട്ടക്ടറായിട്ടാണുള്ളതെന്ന്. അവൻ്റെ ശ്രദ്ധ മുഴുവൻ ആ കുഞ്ഞിലാണ്. ആ കുഞ്ഞ് രക്ഷപ്പെടുന്നതും കാത്താണ് അവൻ്റെ ഇരിപ്പ്. സോ അവനെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവനെ പ്രകോപിതനാക്കാതെ ആ പോലീസുകാരും അവനെ വാച്ച് ചെയ്തുകൊണ്ട് അല്പം അകലെയായിരുന്നു. അവൻ വളരെയേറെ ക്ഷീണിതനാണെന്ന് പോലീസുകാർക്കും മനസ്സിലായി. നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ആ കുഞ്ഞിന് പനി കുറഞ്ഞു തുടങ്ങി. നേഴ്സുമാർ അവൻ ഉറങ്ങാതെ കാവലിരുന്നു. ഡോക്ടർ ഇടയ്ക്കിടെ ആ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. ആ കുഞ്ഞിന് മെഡിസിനും ലാക്ടജനും ഒക്കെ അവർ കൊടുത്തു. മാക്സ് കണ്ണ് ചിമ്മാതെ അതൊക്കെ നോക്കിയിരുന്നു. പുലർച്ചെ ആ കുഞ്ഞൊന്ന് കരഞ്ഞു. കൈകാലുകൾ ഒന്നിളക്കി. അതുകൊണ്ട് മാക്സ് ആ ഗ്ലാസ് ഡോറിൽ അവൻ്റെ കൈകൊണ്ട് തട്ടി ബഹളമുണ്ടാക്കി. ഒരു നഴ്സ് അങ്ങോട്ട് വന്ന് ആ ഡോർ തുറന്നു. അവൻ അകത്തേക്ക് കയറി. അകത്തു ചെന്ന് അവൻ ആ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന ബെഡിന് ചുറ്റും നിന്ന് മണം പിടിച്ചു. അവൻ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കുമൊക്കെ തൻ്റെ വാലാട്ടിക്കൊണ്ട് നന്ദി പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ ഒന്ന് നോക്കി മെഡിക്കൽ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ആ നീണ്ട കോറിഡോറിലൂടെ മുന്നോട്ട് നടന്നു. ആ പോലീസുകാരും അവന് പിന്നാലെ തന്നെ നടന്നു. ഈ സമയം അത്രയും പോലീസും കാത്തിരുന്നത് അതിനു വേണ്ടിയായിരുന്നു. ഈ കുഞ്ഞ് ആരുടേതാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ അറിയാനുള്ള ഏക ഉറവിടം അവൻ മാത്രമാണ്. അവനെ മിസ് ചെയ്തുകൂടാ. അതിനായുള്ള മുൻകരുതലൊക്കെ അവരെടുത്തിരുന്നു. പുറത്ത് അവർക്ക് പോകാനുള്ള വാഹനം സ്റ്റാർട്ടായി കിടക്കുന്നു. മാക്സ് ക്ഷീണിതനായതിനാൽ അവൻ ഓടിയിരുന്നില്ല. അവൻ നടക്കുകയായിരുന്നു. അതിനാൽ ആ 5 പോലീസ് ഓഫീസർമാരിൽ ഒരാൾ ഹോസ്പിറ്റലിൽ തന്നെ ഡ്യൂട്ടിക്ക് നിന്നു. ബാക്കി 4 പേരിൽ 2 പേർ അവന് പിന്നാലെ നടന്നു. 2 പേർ വാഹനത്തിലായിരുന്നു സഞ്ചരിച്ചത്. ആ വാഹനം അവർക്ക് പിന്നിലായി മെല്ലെ ഉരുണ്ടു നീങ്ങി. ഏതാണ്ട് 6 കിലോമീറ്ററോളം വരുന്ന നടത്തത്തിനൊടുവിൽ മാക്സ് മെയിൻ റോഡിൽ നിന്നും മറ്റൊരു പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞു. ആ റോഡ് ചെന്നു നിൽക്കുന്നത് ഒരു വില്ലയിലേക്കാണ്. അത്ര സമ്പന്നരുടെ കോളനിയൊന്നുമല്ലത്. ആ കോളനിയുടെ തെരുവിലൊന്നും അധികം ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആദ്യം കണ്ട 1-2 പേരോട് പോലീസുകാർ മാക്സിനെ ചൂണ്ടിക്കാട്ടി ചോദിച്ചെങ്കിലും അവർക്കറിയില്ല എന്ന മറുപടിയാണ് കിട്ടിയത്. മാക്സ് മുന്നോട്ട് നടക്കുകയാണ്. അവൻ ഓപ്പോസിറ്റായി പ്രായമുള്ള ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട അവൻ പരിചിത ഭാവത്തിൽ നോക്കുന്നതും വാലാട്ടുന്നതും പോലീസുകാർ കണ്ടു. പിന്നെ പോലീസുകാർ വേഗം നടന്ന് ആ മനുഷ്യനെ അരികിലെത്തി അയാളോട് ഇങ്ങനെ ചോദിച്ചു: "ഈ ഡോഗിനെ നിങ്ങൾക്കറിയുമോ?" "അറിയാം," അയാൾ മറുപടി പറഞ്ഞു. "അവൻ്റെ വീട് ഏതാണ്?"
പോലീസ് അയാളോട് വീണ്ടും ചോദിച്ചു. ദാ ആ കാണുന്നതാണ്. കുറച്ചു മുന്നോട്ട് റോഡിന് വലതു സൈഡിലുള്ള ഒരു വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വൃദ്ധൻ പോലീസുകാരോട് പറഞ്ഞു. ഈ സമയം മാക്സ് മുന്നോട്ട് ആ വീടിനെ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. ഇപ്പോൾ അവർക്ക് പിന്നിലായി വന്ന പോലീസ് വാഹനവും അവിടെ എത്തി. മാക്സ് തൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയിട്ട് തിരിഞ്ഞു നോക്കി. അവൻ ആ പോലീസുകാരെ അങ്ങോട്ട് ക്ഷണിക്കുന്ന പോലെ അവിടെ തന്നെ നിന്നു. ഈ സമയം ആ പോലീസുകാരാകട്ടെ ആ പ്രായമുള്ള വ്യക്തിയോട് അവൻ്റെ ഫാമിലിയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പോലീസുകാരോട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു. മാക്സിൻ്റെ ഫാമിലി കഴിഞ്ഞ 3 വർഷമായി ഈ കോളനിയിലാണ് താമസിക്കുന്നത്. തൻ്റെ അയൽവക്കമാണ്. ഒരു യുവതിയും യുവാവുമാണ് അവിടെ താമസത്തിനെത്തിയത്. ആ യുവാവ് ഒരു ആക്സിഡൻറ്റിൽ മരണമടഞ്ഞിട്ട് 4 മാസമായി. ആ സമയത്ത് ആ യുവതി ഗർഭിണിയായിരുന്നു. പിന്നീട് അവരെ താനങ്ങനെ പുറത്തു കണ്ടിട്ടില്ല. പൊതുവെ ഈ കോളനിയിലെ ആളുകൾ പരസ്പരം വലിയ സഹകരണമില്ലാത്തവരാണ് എന്നുകൂടി അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. ഈ സമയം അക്ഷമനായ മാക്സ് പോലീസ് വാഹനത്തിനരികിലേക്ക് തിരികെ ഓടി വന്നു. സൗമ്യമായി പോലീസുകാരെ നോക്കിയൊന്ന് കുരച്ചു. അതാ പോലീസുകാർക്ക് തങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണെന്ന് മനസ്സിലായി. മാക്സ് മുന്നേ ഓടി. ഒട്ടും സമയം കളയാനില്ല എന്ന് അവൻ്റെ ഓട്ടത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി. ഓടുമ്പോൾ അവൻ വേച്ചു പോകുന്നതും വീണു പോകുന്നതും പോലീസുകാർ ശ്രദ്ധിച്ചു. ഈ സമയം പോലീസുകാർ ഒരു ആംബുലൻസ് കൂടി അങ്ങോട്ട് വിളിച്ചിരുന്നു. അതും അവിടെ എത്തിച്ചേർന്നു. വൃദ്ധനെ വിട്ട പോലീസുകാർ മാക്സിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി. ചാരിയിരുന്ന വാതിൽ മാക്സ് തന്നെ തള്ളി തുറന്നു. പോലീസുകാർ ആ വീടിനകത്തേക്ക് കയറി. മാക്സ് അവരെ ആ വീട്ടിലെ ബെഡ്റൂമിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ഒരു യുവതി കടുത്ത പനിയിലും തളർച്ചയിലും കിടക്കുന്നു. അവരുടെ ബോധം ഏതാണ്ട് പോയ അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് അവരെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 2 പോലീസുകാർ ആ വീട് നന്നായി പരിശോധിച്ചു. ആ വീട്ടിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നിട്ട് ദിവസങ്ങളായിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. മാക്സിൻ്റെയും ഫുഡ് തീർന്നിരിക്കുന്നു. പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി. ആ പ്രസവിച്ചു കിടന്ന സ്ത്രീയും കുഞ്ഞും ആ ഡോഗും ദിവസങ്ങളായി പട്ടിണിയിലാണ്. പിന്നെ ആ സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും ചികിത്സയൊക്കെ പോലീസ് ഇടപെടലിൽ ഭംഗിയായി നടന്നു. പോലീസുകാർ ചെയ്ത സേവനത്തിന് മാക്സ് അവരെ സല്യൂട്ട് ചെയ്തു. അതോടെ പോലീസുകാർക്ക് മനസ്സിലായി ഇവനൊരു സാധാരണ ട്രെയിൻഡ് ഡോഗല്ല എന്ന്. അപ്പോഴേക്കും ഈ വാർത്ത അമേരിക്കയിലെ ന്യൂസ് ചാനലുകളിൽ നിറഞ്ഞിരുന്നു. യുവതിയും കുഞ്ഞും സുഖം പ്രാപിക്കുന്നതുവരെ മാക്സിന് പോലീസുകാർ നൽകിയ ഭക്ഷണമൊന്നും അവൻ കഴിച്ചില്ല. ഒരല്പം വെള്ളം മാത്രമാണ് അവൻ കുടിച്ചത്. അവൻ ആ ഹോസ്പിറ്റലിൽ തന്നെ അവരെ കാത്തിരുന്നു. ആ യുവതിക്ക് ബോധം വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം അവർ തിരക്കിയത് മാക്സിനെയായിരുന്നു. പുറത്തു കാത്തുനിന്നിരുന്ന മാക്സിനെ നേഴ്സ് യുവതിക്കരികിലേക്ക് കൊണ്ടുപോയി. മാക്സിനെ കണ്ട എമ്മ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവനെ തുരുതുര ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, മാക്സ്, നീ ഇത് ചെയ്തിരുന്നില്ലെങ്കിൽ ഞാനും കുഞ്ഞും ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. നിനക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നന്നായി ഫുഡ് പോലും എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നീ ഞങ്ങളെ വിട്ടുപോയില്ല. എമ്മയ്ക്ക് തൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിച്ച ദൈവമായിരുന്നു മാക്സ്. എങ്ങനെയൊക്കെ അവനോട് നന്ദി പറഞ്ഞിട്ടും സ്നേഹിച്ചിട്ടും അവൾക്ക് മതിയായില്ല. നീയാണ് എൻ്റെ മൂത്ത മകൻ, അവൾ അവനെ ചേർത്ത് പിടിച്ച് ഓമനിച്ചുകൊണ്ട് പറഞ്ഞു. ഒപ്പം തൻ്റെ നവജാത ശിശുവിനെ കയ്യിലെടുത്തു. മാക്സിൻ്റെ മുന്നിൽ അവൻ്റെ മുഖത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇത് നിന്റെ അനുജൻ കെവിൻ. അവൻ ആ കുഞ്ഞിനെ മുട്ടിയുരുമി. ഈ സമയം ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്നു. മാഡം, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയൂ, എന്താണ് ഉണ്ടായത്? എമ്മ പറഞ്ഞു തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരണമടഞ്ഞിട്ട് 4 മാസമേ ആകുന്നുള്ളൂ. എൻ്റെ കൈവശം ഡെലിവറി ചിലവിനുള്ള പണമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെലിവറി കഴിഞ്ഞ് 15 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഒരു ജോലിക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഭക്ഷണത്തിന് പോലുമുള്ള പണമില്ലാതെയായി. ഞാൻ ഭക്ഷണം കഴിക്കാതെ കുഞ്ഞിന് ഫീഡ് ചെയ്തതുകൊണ്ടാവാം അവനും മുലപ്പാൽ കിട്ടിയിരുന്നില്ല. എൻ്റെ മാക്സും പട്ടിണിയായിരുന്നു. എങ്കിലും ഞാനും എൻ്റെ ഇളയ മകനും വീണെടുത്ത് എൻ്റെ മൂത്ത മകൻ്റെ ബുദ്ധിയും കഴിവുമാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. പോലീസുകാരൻ എമ്മയോട് വീണ്ടും ചോദിച്ചു, മാഡം, താങ്കൾക്കൊപ്പമുള്ള ഈ ഡോഗ് K9 മാർഷലാണ്. ഇവനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇവനൊരു സാധാരണ ഡോഗല്ല. എനിക്കിവനെ 3 വർഷം മുമ്പുള്ള ആ വെള്ളപ്പൊക്കത്തിൽ നിന്നാണ് കിട്ടിയത്. ആ പേമാരിയിലും കൊടുങ്കാറ്റിലും ഒഴുകി വന്നതാണിവൻ. അവൻ്റെ കഴുത്തിലെ ചെയിൻ ടാഗിൽ അവൻ്റെ പേരുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ആ സിറ്റി വിട്ട് ഇങ്ങോട്ട് പോന്നു. പോലീസുകാരൻ ചോദ്യങ്ങൾ അവസാനിപ്പിച്ച ആ മുറി വിട്ട് പുറത്തേക്ക് പോയി. എമ്മയ്ക്ക് അവനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഉള്ളിലുണ്ടായി തുടങ്ങി. എമ്മ മാക്സിന് വയറ് നിറച്ച് ഫുഡ് കൊടുത്തു. ഹോസ്പിറ്റലിൽ നിന്നും അവർ 5 ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജായി പുറത്തേക്ക് വരുമ്പോൾ മാക്സിനെ കാത്ത് ഒരാൾ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. എഡ്വിൻ, അവൻ്റെ ഡാഡി. അവനെ കുഞ്ഞുനാൾ മുതൽ വളർത്തിയതും ട്രെയിനിങ് കൊടുത്തതുമായ ആ പോലീസ് ഓഫീസർ. അന്നത്തെ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും അദ്ദേഹത്തിന് വീടും ഉറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു.
ഒപ്പം മാക്സിനെയും. എഡിനും ഇപ്പോൾ ഒറ്റയ്ക്കായി പോയിരിക്കുന്നു. മാക്സിനെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ വെള്ളപ്പൊക്കത്തിലൂടെ മാക്സ് ഒഴുകിയെത്തിയത് 150 കിലോമീറ്റർ ഇപ്പുറത്തുള്ള എമ്മയുടെ ആ സിറ്റിയിലേക്കായിരുന്നു. എഡിനെ കണ്ടതും മാക്സ് അയാളുടെ അടുത്തേക്ക് ഓടിയെത്തി. അയാളുടെ ദേഹത്തേക്ക് ചാടിക്കയറി. പരസ്പരം അവരുടെ സ്നേഹം വാരിപ്പുണർന്നും ഉമ്മ വെച്ചും പങ്കിട്ടു. എഡിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മാക്സും സങ്കടം കൊണ്ട് മൂളുകയും മുരളുകയും ഒക്കെ ചെയ്തു. അവർ പരസ്പരം ആശ്വസിപ്പിച്ചു. എമ്മയ്ക്ക് എഡിന്റെയും മാക്സിന്റെയും റിയൂണിയൻ കണ്ട് ഒരുപാട് സന്തോഷമായെങ്കിലും അവനെ പിരിയുന്നതോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടമായി. അവൾ പോലീസുകാരോട് തനിക്കൊരു ഷെൽട്ടർ തരണമെന്ന് അപേക്ഷിച്ചു. താൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വാടക വീട് പുതുക്കാൻ തൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല. 1 മാസത്തേക്ക് എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ വേണം. പോലീസുകാർ അതിനൊരുക്കമായിരുന്നു. എമ്മ യാത്ര പറയും മുമ്പ് എഡിനോട് പറഞ്ഞത് ഇടയ്ക്കൊക്കെ എന്നെയും കെവിനെയും മാക്സിനെ കാണാൻ ഒന്ന് അനുവദിക്കണമെന്ന് മാത്രമായിരുന്നു. എമ്മ മാക്സിനെ തലോടി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മാക്സിനും മനസ്സിലായി തുടങ്ങിയിരുന്നു എമ്മയെയും കെവിനെയും വിട്ടുപിരിയാൻ പോവുകയാണെന്ന്. മാക്സിനും എമ്മയെയും കെവിനെയും പിരിഞ്ഞു പോകുന്നതിൽ സങ്കടമായിരുന്നു. എഡിനൊപ്പം വാഹനത്തിൽ കയറിയ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൻ പിന്തിരിഞ്ഞു നോക്കുന്നതും എഡിൻ കണ്ടു. മാക്സിന്റെ സങ്കടം കണ്ട എഡിൻ അവനോട് ചോദിച്ചു, നിനക്ക് നിന്റെ ഡാഡിയെപ്പോലെ ഇഷ്ടമാണ് നിന്റെ മമ്മിയെയും അനുജിനെയും അല്ലേ? അവനതിന് അവൻ്റെ ഭാഷയിൽ എസ് എന്ന മറുപടി നൽകി. പിന്നെ പ്രതീക്ഷയോടെ എഡിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. വീടെത്തുന്നതുവരെ ആ യാത്രയിൽ മാക്സ് മൂകനായിരുന്നു. വീട്ടിലേക്ക് വണ്ടി കയറ്റുന്നതിന് മുന്നേ എഡിൻ ആ വാഹനം യൂട്ടേൺ എടുത്തു. തിരിച്ച് എമ്മയുടെ ഷെൽട്ടർ ഹോമിലേക്ക്. നീണ്ട മണിക്കൂറുകൾ യാത്ര ചെയ്ത് ആ വണ്ടി രാത്രിയോടെ എമ്മയുടെ ഷെൽട്ടർ ഹോമിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ എഡിനൊപ്പം തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന മാക്സിന് അതീവ സന്തോഷമാണ്. കാരണം അവൻ്റെ മമ്മിയെയും അനുജനെയും തിരികെ കിട്ടിയിരിക്കുന്നു. എഡിൻ എമ്മയെയും കുഞ്ഞിനെയും മാക്സിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പോലീസുകാരോട് പറഞ്ഞത്, ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല, എനിക്കൊരു ഭാര്യയും 2 മക്കളുമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഹാപ്പിയാണ്. മാക്സിന് ഒരുപാട് സന്തോഷമായി. ഈ ലോകത്ത് ഇത്രയധികം സ്നേഹിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന മറ്റൊരു ജീവിയുമില്ല അല്ലേ? അത് ഡോഗ് മാത്രമാണ്. നാം മനുഷ്യരും ആ സ്നേഹവും കെയറിങ്ങും അവർക്കും തിരികെ നൽകാൻ മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.